നമോ ഭഗവതേ വാസുദേവായ. ദശകം 12, ശ്ലോക 2. കഷ്ടം പ്രജാക സൃജതി മയി അവനിഃ നിമഗ്നാ സ്ഥാനം സരോജഭവ കൽപ്പയ തത്പ്രജാനാം ഇതി ഏവം ഏഷഃ കഥിതഃ മനുനാ സ്വയംഭൂഃ അംബോരുഹാക്ഷ തവ പാദയുഗം വ്യചിന്തീത്. കഷ്ടം, വളരെ കഷ്ടമായ ഒരു അവസ്ഥ തന്നെ. പ്രജാഹ, പ്രജകളെ, സൃജതി, സൃഷ്ടിക്കുന്നതിനിടയിൽ, മയ്യവനിർ നിമഗ്ന, ഞാൻ ആ ഭൂമിയെ വെള്ളത്തിലേക്ക് മുക്കി താഴ്ത്തി. സ്ഥാനം, വാസസ്ഥാനം, സരോജഭവ, ബ്രഹ്മാവിനോട്, കൽപ്പയ, ഉണ്ടാക്കി തന്നാലും, തത്, അതിനാൽ, പ്രജാനാം, പ്രജകൾക്ക്, ഇത്യേവമേഷ, ഇപ്രകാരം, കഥിതു, പറയപ്പെട്ട, മനുന, മനുവിനാൽ, സ്വയംഭൂഹു, ബ്രഹ്മാവിൻ്റെ, അംബോരുഹാക്ഷ, ഭഗവാനെ, തവ, ഭഗവാന്റെ, പാദയുഗളം, ഇരുചരണങ്ങൾ, വ്യചിന്തി, നല്ലവണ്ണം ധ്യാനിച്ചു. ഈ ദശകത്തിൽ വരാഹാവതാരത്തെ കുറിച്ചാണ് പറയുന്നത്. അല്ലയോ, വളരെ കഷ്ടമായി തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് ഹിരണ്യാക്ഷൻ കൊണ്ടുവന്നു. എന്തെന്നാൽ, പ്രജകളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വയംഭൂവു, ആ ഭൂമിയെ ഈ ഹിരണ്യാക്ഷൻ വെള്ളത്തിലേക്ക് മുക്കിത്താഴ്ത്തുകയും ആ ബ്രഹ്മാവിൻ്റെ വാസസ്ഥലത്തിലോട്ട് തൻ്റെ പ്രജകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് മനുവിനാൽ ബ്രഹ്മാവിൻ്റെ ഇരു ചരണങ്ങളും നല്ലവണ്ണം ധ്യാനിക്കുകയും ബ്രഹ്മാവ് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ഇരു ചരണങ്ങൾ നന്നായി മനസ്സിൽ ധ്യാനിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. കഷ്ടം പ്രജാസൃജതി മയ്യവനിർനിമഗ്നാ സ്ഥാനം സരോജഭവ കൽപ്പയത് തത്പ്രജാനാം ഇത്യേവമേഷ കഥിതോ മനുനാ സ്വയംഭൂഃ അംബോരുഹാക്ഷ തവ പാദയുഗളം വ്യചിന്തീത്. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ. താങ്ക് യു.